ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഗ്ലോബലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യ മാത്രമാണ് വീക്കായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ജാനെ സ്ട്രീറ്റ് എപ്പിസോഡിന് ശേഷം പൊതുവെ F&O മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്. രണ്ടാമത്തെ കാരണം Q1 റിസൾട്ടുകൾ ഇതുവരെ പുറത്തു വന്നത് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. ഇന്നും അത്തരത്തിലൊരു സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ 2025 ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. ജാനെ സ്ട്രീറ്റ് എപ്പിസോഡിന് ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ഷോർട്ട് പൊസിഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് നമ്മളിപ്പോൾ കാണുന്നത് 24,800 ലെവലിലൊക്കെയാണ്. വലിയ രീതിയിലുള്ളൊരു പൊസിഷൻ ലിക്വിഡേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി ആ ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. Q1 റിസൾട്ടുകളായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഫാളിൽ നിന്ന് മാർക്കറ്റിനെ ഒരു പരിധി വരെയൊക്കെ രക്ഷിക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന Q1 റിസൾട്ടുകളിലും കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന റിസൾട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു ഷോർട്ട് ടൈമിൽ ഒരു വൊളാറ്റിലിറ്റി കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്റ്റേബിളായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് ഗവൺമെൻറ് ചൈനീസ് കൺസംഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്തും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഗവൺമെൻറ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളും ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളാണ് മുന്നേറിയിട്ടുള്ളത്. ഈ ആഴ്ച മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 2 കമ്പനികളുടെ Q2 റിസൾട്ടുകൾ വരുന്നുണ്ട്. ആൽഫബറ്റും ടെസ്ലയുമാണ്. ഈ 2 കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ടെക്നോളജി സ്റ്റോക്കുകളൊരു മുന്നേറ്റം കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അമേരിക്കയിലെ NVIDIA, മൈക്രോസോഫ്റ്റ് ഈ 2 ഓഹരികളും കഴിഞ്ഞ വെള്ളിയാഴ്ച റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ചിപ്പ് റിലേറ്റഡ് ബ്രോഡ്കോം, തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച റെക്കോർഡ് ഹൈന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ അമേരിക്കൻ ടെക്നോളജീസ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.21 ട്രില്യൺ ആണ്. ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയാണ് NVIDIA. സെക്കൻഡ് പ്ലേസിൽ മൈക്രോസോഫ്റ്റ് ഉണ്ട്, $3.79 ട്രില്യൺ ആണ്. തേർഡ് പ്ലേസിൽ $3.15 ട്രില്യൺ ആയിട്ട് ആപ്പിളും ഉണ്ട്. അപ്പോൾ പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വീണ്ടും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടും അതോടൊപ്പം തന്നെ ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ്. ഒപ്പം Q1 റിസൾട്ടുകൾ ധാരാളം വരാനുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ വെള്ളിയും ശനിയായിട്ട് വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഇയർ ടു ഇയർ ബെറ്റർ ആണ്. പക്ഷേ നമ്മൾ Q2 നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കാണ്. അതേ തരത്തിലുള്ള റിസൾട്ട് തന്നെയാണ് ICICI ബാങ്കും HDFC ബാങ്കും. ഇയർ ടു ഇയർ ബെറ്റർ ആണ്. അതേസമയം Q2 വീക്കാണ്. HDFC ബാങ്ക് 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുക. പക്ഷേ ഈ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. Q2 റിസൾട്ടിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ നെറ്റ് NPA ലെവൽ ICICI ബാങ്കിൻ്റെയും അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെയും Q2 ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റും ഒരു പക്ഷേ കണ്ടേക്കാം.
ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഹാൾമാർക്കിംഗ് ഇതുവരെ 14 ക്യാരറ്റ് വരെയുള്ള ആഭരണങ്ങൾക്കാണ് ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കിയിരുന്നത്. ഇനി 9 ക്യാരറ്റ് വരെയുള്ള ആഭരണങ്ങൾക്കും ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ജുവലറി സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗ്ലോബലി ഒരു റേറ്റിംഗ് മെക്കാനിസത്തിലേക്ക് ഇന്ത്യൻ ജുവലറി സ്റ്റോക്കുകളും ഇന്ത്യയിലത്തെ ഗോൾഡ് ഓർണമെൻറ്റ്സും മാറിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും വരും മാസങ്ങളിൽ ബിസിനസ് കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അപ്പോൾ ഈ ഹാൾമാർക്കിംഗ് ഡിസിഷൻ, ഗവൺമെൻറ് ഡിസിഷൻ വളരെ പോസിറ്റീവാണ് ഗോൾഡ് റിലേറ്റഡ് ജുവലറി സെക്ടർ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ. അതോടൊപ്പം തന്നെ മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ പിക്കാഡിലി അഗ്രോ ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, വീൽസ് ഇന്ത്യ, റൈമണ്ട്സ് ലിമിറ്റഡ്. ഓർഡർ ബാഗിങ് ന്യൂസുകളുണ്ട്. BEML 185.65 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടെക്സ്മാക്കോ റെയിൽ 47.77 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. കാരൂർ വൈശ്യ ബാങ്ക് ജൂലൈ 24 ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ബോണസ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യാനാണ്. വാരി എനർജീസ് അമേരിക്ക 500 മെഗാവാട്ട് സോളാർ മൊഡ്യൂൾസിനുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വാരി എനർജി ഇന്ത്യയുടെ സബ്സിഡിയറിയാണ്, അമേരിക്കയിലുള്ള സബ്സിഡിയറിയാണ്. ലോങ് റണ്ണിൽ ഈ ന്യൂസ് ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ റിലയൻസിൻ്റെ Q1 റിസൾട്ട് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇയർ ടു ഇയറും ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ സർവീസസ് മാത്രമാണ് ബെറ്റർ റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൺ ടൈം ഇൻകത്തിൻ്റെ ബേസിലാണ് നെറ്റ് പ്രോഫിറ്റിൽ വലിയ ഇൻക്രീസ് കണ്ടിട്ടുള്ളത്. അതേസമയം ഗൈഡൻസ് ഒക്കെ റിലയൻസ് കൊടുത്തിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ റിസൾട്ടിന് ശേഷം ഒരു നെഗറ്റീവ് റിയാക്ഷൻ സ്റ്റോക്കിൽ കാണാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇത് തീർച്ചയായിട്ടും മറ്റ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഒപ്പം ഒരു നെഗറ്റീവ് റിയാക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ ലെസ് റിസ്കി സ്റ്റോക്കുകളാണ് HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് 50-50 ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തിട്ടുണ്ട്. മൂണിക് ബേസ്ഡ് അലയൻസ് ഇൻഷുറൻസ് കമ്പനി ആയിട്ടാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് റീ ഇൻഷുറൻസ് രംഗത്താണ് ഈ JV മുമ്പ് പ്രവർത്തിക്കാൻ പോകുന്നത്. അതിനുശേഷം ജനറൽ അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലേക്കും കടക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിലത്തെ മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് പെനിട്രേഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 3.7% ഇന്ത്യ ഇൻഷുറൻസ് പെനിട്രേഷൻ ഉള്ളത്. ചൈനയിൽ 3.9%, ബ്രസീലിൽ 3.9% തന്നെയാണ്. അതേസമയം ഡെവലപ്ഡ് കൺട്രികൾ നോക്കുകയാണെങ്കിൽ 11.9% US, UK 9.7%, ജപ്പാനിൽ 8.9%, വേൾഡ് ആവറേജ് 7%. അപ്പോൾ ഈ JV ജിയോ ഫൈനാൻഷ്യൽ സർവീസസും അലയൻസ് ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള JV ഇന്ത്യയിൽ ഭാവിയിൽ ഇൻഷുറൻസ് പെനിട്രേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ സെബിയുടെ ഒരു കൺസൾട്ടേഷൻ പേപ്പർ വന്നിട്ടുണ്ട്. ഇപ്പം മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ ഒരു കാറ്റഗറിയിൽ ഒരു സ്കീമാണ് അനൗൺസ് ചെയ്യുന്നത്. ഇത് 2 സ്കീമായിട്ട് ഉയർത്താനായിട്ട് സെബി അലവ് ചെയ്തേക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ബ്ലാക്ക് റോക്ക് AMCക്ക് 4 ഇൻഡെക്സ് ബേസ്ഡ് ഫണ്ടുകൾ കൂടി തുടങ്ങാനുള്ള അനുമതി സെബി കൊടുത്തിട്ടുണ്ട്. മുമ്പ് 3 ഡെറ്റ് ഫണ്ടുകൾക്കുള്ള അനുമതി കൊടുത്തിരുന്നു. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നു. അപ്പോൾ ഭാവിയിൽ ഏറ്റവും കൂടുതൽ സ്കീമുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസ്, ബ്ലാക്ക് റോക്ക് AMC ആണ്. അതോടൊപ്പം തന്നെ മറ്റ് AMCകളെ സംബന്ധിച്ചും പോസിറ്റീവ് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട് AUM അതായത് GDP ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ GDPയുടെ 16% മ്യൂച്വൽ ഫണ്ട് AUM ഉള്ളൂ. അതേസമയം ചൈനയിൽ 19%, സൗത്ത് കൊറിയയിൽ 38%, ജപ്പാനിൽ 56%, UK 58%, അമേരിക്കയിൽ 122%. വളരെ ഹൈ ആണ് മ്യൂച്വൽ ഫണ്ട് പെനിട്രേഷൻ അമേരിക്കയിൽ. ഇന്ത്യ 145 കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ്. അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഹ്യൂജ് പെനിട്രേഷൻ നടത്തും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. തീർച്ചയായിട്ടും സെബിയുടെ ഡിസിഷൻ വളരെ പോസിറ്റീവ് ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ
പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനായിരിക്കും. കാരണം ജിയോ ഫൈനാൻഷ്യൽ സർവീസസും ബ്ലാക്ക് റോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉള്ളൊരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ഈ JV വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളാണ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് അതാത് സ്റ്റോക്കുകൾക്കൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 15 എം&എം 2-3 പുതിയ വെഹിക്കിൾസും കൂടി അൺവെയിൽ ചെയ്യുന്നതാണ് പറയുന്നത്. എം&എം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ ഗ്രോത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു SUV മേക്കറാണ്. ലോകത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ഡിമാൻഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എം&എമ്മിൻ്റെ SUVകൾക്ക് ഹ്യൂജ് ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കൊന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. ഓഗസ്റ്റ് 15 ഈ 2 വെഹിക്കിൾസ് അല്ലെങ്കിൽ 3 വെഹിക്കിൾസ് അൺവെയിൽ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അഡാനി സിമെൻറ്റേഷൻ അംബുജ സിമെൻ്റായിട്ട് മെർജ് ചെയ്യാനായിട്ട് NCLTയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അംബുജ സിമെൻറ്റ് 8.7 മില്യൺ അംബുജ ഷെയർസ് അഡാനി എൻ്റർപ്രൈസസിന് കൊടുക്കുകയാണ്. അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നവി മുംബൈ എയർപോർട്ട് അടുത്ത മാസങ്ങളിൽ കമ്മീഷൻ ചെയ്യും. ഇതും അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഒപ്പം അഡാനി പോർട്ട് വലിയ റേറ്റിംഗ് ആണ് ബേൺസ്റ്റീൻ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ നൽകിയിട്ടുള്ള ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നുള്ള 15 ടോപ്പ് പിക്കുകളിൽ ഒന്നുകൂടിയാണ് അഡാനി പോർട്സ്. മറ്റൊരു പിക്കും കൂടിയുണ്ട് ഇന്ത്യയിൽ നിന്ന് പവർ ഫിനാൻസ് കോർപ്പറേഷനാണ്. ഒപ്പം മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അഡാനി ഗ്രൂപ്പ് കമ്പനി അഡാനി എനർജി സൊല്യൂഷൻസ് ആണ്. ധാരാളം ക്യാപെക്സ് കഴിഞ്ഞ വർഷങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ ക്യാപെക്സ് ഇൻകർ ചെയ്യുന്നൊരു കമ്പനിയാണ്. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് അടുത്ത വർഷങ്ങളിലാണ് ഈ കമ്പനിക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് അതാത് സ്റ്റോക്കുകളിലൊക്കെ ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ 9.99% സ്റ്റേക്ക് അക്വയർ ചെയ്യാനായിട്ട് വാർബർഗ് പിങ്കസിന് RBIയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ലോങ് റണ്ണിലേക്ക് IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. AV ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ സോണ BLW പ്രിസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ് ചൈനയിലൊരു സബ്സിഡിയറി ഫോം ചെയ്തുകൊണ്ട് 60% സോണയാണ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. 40% ഹോൾഡ് ചെയ്യാൻ പോകുന്നത് ചൈനീസ് കമ്പനിയാണ്. EV പാർട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഡൊമസ്റ്റിക് ആയിട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ട് ബിസിനസ്സിനും വേണ്ടിയാണ്. തീർച്ചയായിട്ടും സോണ BLWനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റൊരു കമ്പനി നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഈ PSU സ്റ്റോക്കിൽ കണ്ടിട്ടില്ല. പക്ഷേ അടുത്ത മാസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള സാധ്യതകളുണ്ട്. വാച്ച് ചെയ്യേണ്ട മറ്റ് സെക്ടർ റൈസ് എക്സ്പോർട്ടേഴ്സാണ്. ഇന്ത്യയിൽ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി വളരെ സ്ട്രോങ് ആണ്. ഏറ്റവും കൂടുതൽ ഇൻവെൻട്രി ഉള്ളത് റൈസിലാണ്. ആ ഇൻവെൻട്രിയിൽ കുറേയൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കേണ്ടതുണ്ട്. കാരണം ഈ മൺസൂൺ സീസൺ ആരംഭിച്ചതിന് ശേഷം ഈ ഹാർവസ്റ്റ് സീസൺ വരുമ്പോൾ പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയാണ്. ഗ്ലോബലി വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് റൈസ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് 9 മില്യൺ ടൺ റൈസ് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് ചമൻലാൽ സേത്തിയ, KRBL, LTE ഫുഡ്സ്, GRM ഓവർസീസ് ഇത്തരത്തിലുള്ള റൈസ് എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്ന സ്റ്റോക്കുകളാണ്. Q1 എക്സ്പോർട്ട് ഫിഗർ ഇലക്ട്രോണിക് സർവീസസ് രംഗത്ത് അതുപോലെ തന്നെ മറീൻ എക്സ്പോർട്സ് രംഗത്ത് റെഡിമെയ്ഡ് ഗാർമെൻറ്റ് സെക്ടർ രംഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ എൻകറേജിങ് ആയിട്ടുള്ള എക്സ്പോർട്ട് ഫിഗേഴ്സാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് എക്സ്പോർട്സിൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അതാത് സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ് ഈ ന്യൂസുകളെല്ലാം. ഇനി ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം
Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. അതിൽ വാച്ച് ചെയ്യേണ്ട റിസൾട്ട് IDBI ബാങ്കാണ്. അടുത്ത മാസങ്ങളിൽ IDBI ബാങ്കിൻ്റെ സ്റ്റേക്ക് സെയിലും നടക്കാൻ പോകുകയാണ്. ഒരുപക്ഷെ ജാപ്പനീസ് ബാങ്കോ അല്ലെങ്കിൽ CSB ബാങ്കിൻ്റെ പാരന്റ് കമ്പനിയോ ഈ ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്യുമെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ IDBI ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം Q1 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ലഭിച്ചേക്കാം. മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് റണ്ണിലേക്ക് വാങ്ങാനായിട്ട് ധാരാളം സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. റെലിഗെയർ എൻ്റർപ്രൈസ് ഇപ്പോൾ ഡാബർ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. NBFC അതുപോലെ തന്നെ ബ്രോക്കിംഗ് ധാരാളം സെഗ്മെൻറ്റ്സ് ഉള്ളൊരു NBFC കമ്പനിയാണ്. നല്ല സ്ട്രോങ് പ്രൊമോട്ടറാണ് ഇപ്പോഴുള്ള ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. ഒപ്പം ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസസ്, HDFC ബാങ്ക്, ABB അവരുടെ റോബോട്ടിക് ഡിവിഷൻ അടുത്ത വർഷം ആദ്യത്തെ ക്വാർട്ടറിൽ ഡീമർജ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ABB ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക്, അതുപോലെ തന്നെ ചിക്കാഗോ ബോർഡ് ഓഫ് ഓപ്ഷൻസ് എക്സ്ചേഞ്ച്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ 24 hours ട്രേഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. SECയുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഗ്ലോബലി 24 മണിക്കൂറും സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഭാവിയിൽ ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, അതായത് നമ്മുടെ UPI ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ബിഗസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ന്യൂസാണ് ഇന്ത്യനെ സംബന്ധിച്ച്. ഇന്ത്യ ഗവൺമെൻറ് ഒരു ഇന്നോവേഷനാണ് UPI പേയ്മെൻറ്റ് സിസ്റ്റം. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. 640 മില്യൺ ട്രാൻസാക്ഷൻസാണ് ഒരു ദിവസം പ്രോസസ്സ് ചെയ്യുന്നത്. 639 മില്യൺ ട്രാൻസാക്ഷനായിട്ട് വിസയായിരുന്നു ഇതുവരെ മുന്നിൽ നിന്നിരുന്നത്. ഇപ്പം നമ്മുടെ UPI ആണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 85% ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും UPIയിൽ കൂടിയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു ടെക് ഇന്നോവേഷനാണ് UPI പേയ്മെൻറ്റ് സിസ്റ്റം. വളരെ വളരെ പോസിറ്റീവാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി ഈ ആഴ്ചയിൽ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ട്യൂസ്ഡേ. അതുപോലെ തന്നെ അമേരിക്കയിലത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ, മാനുഫാക്ചറിങ് ഡാറ്റയൊക്കെ വരുന്നുണ്ട്. ഒപ്പം മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 2 കമ്പനികളുടെ Q2 റിസൾട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ടുകൾക്കനുസരിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച്, ഒപ്പം CPI ഡാറ്റ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള മൂവ്മെൻ്റൊക്കെ നമുക്ക് അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി വലിയ രീതിയിൽ അമേരിക്കൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലും കണ്ടേക്കാം. അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ജാനെ സ്ട്രീറ്റ് എപ്പിസോഡിന് ശേഷം. പൊതുവെ F1 സെഗ്മെൻറ്റിലും പ്രീമിയം ഒക്കെ വളരെ താഴെ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ജാനെ സ്ട്രീറ്റ് എപ്പിസോഡ് ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒപ്പം Q1 റിസൾട്ടുകൾ മോശമാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി വീണ്ടും മാർക്കറ്റിൽ വന്നേക്കാം. 24,700 24,800 ലെവലിൽ നിന്ന് വലിയ രീതിയിൽ നിഫ്റ്റി താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും 24,400 ലെവലിലേക്കൊക്കെ താഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഉള്ള പല സെക്ടർ ഷെയർസും വേറെയുണ്ട്. നമ്മൾ വെയ്റ്റ് ലോസ് ഡ്രഗുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നോവോ നോർഡിസ്ക് എന്ന് പറയുന്ന ഒരു MNC കമ്പനിയുടെ പാറ്റൻറ്റ് ഇന്ത്യയിലും കാനഡയിലും ചൈനയിലൊക്കെ മാർച്ച് 2026 അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രഗുകൾക്ക് പകരമായിട്ട് ബയോസിമിലർ ഡ്രഗ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ സിൻജീൻ ഇൻ്റർനാഷണൽ, സായി ലൈഫ് സയൻസസ്, ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന ആന്തം ബയോ സയൻസസ് ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ സായി ലൈഫ് സയൻസസ് അതുപോലെ തന്നെ ആന്തം ബയോ സയൻസൊക്കെ നല്ല രീതിയിൽ ലോങ് റണ്ണിൽ മുന്നേറാൻ സാധ്യതയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനികളാണ്. സിൻജീൻ ഇൻ്റർനാഷണലും ബയോകോണിൻ്റെ സബ്സിഡിയറിയാണ്. ഈ കമ്പനിയും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി
ഓപ്പർച്യൂണിറ്റി വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ 4 മെയിൻ ബോർഡ് IPOവും അതുപോലെ തന്നെ 6 SME IPOസും ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന IPOs നോക്കുകയാണെങ്കിൽ BSE SME സെഗ്മെൻറ്റിൽ നിന്നുള്ള ഒരു IPO ആണ് മൊണാർക്ക് സർവേയേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ലിമിറ്റഡ് ആണ്. 250 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 22-ന് ഓപ്പൺ ചെയ്ത് 24-ൽ അവസാനിക്കും. 10 രൂപയാണ് ഫേസ് വാല്യൂ. ലോട്ട് വരുന്ന 600 ലോട്ടാണ്. 600 2 ലോട്ട് അപ്ലൈ ചെയ്യണം. അതായത് 1200 ഷെയറിന് അപ്ലൈ ചെയ്യണം. വളരെ നല്ലൊരു IPO ആണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അപ്പോൾ SME IPOയിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPO GNG ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ electronicsbazaar.com എന്ന് പറയുന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും അതുപോലെ തന്നെ ICT ഡിവൈസുകളും ഒക്കെ റീഫർബിഷ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് GNG ഇലക്ട്രോണിക്സ്. USA-ലും UAE-യിലൊക്കെ ഇവർക്ക് ഫെസിലിറ്റികളുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഈ രംഗത്തുള്ള വലിയ കമ്പനികളിൽ ഒരു കമ്പനിയും കൂടിയാണ്. 237 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 23-ന് ആരംഭിച്ച് 25-നാണ് ക്ലോസ് ചെയ്യുന്നത്. 2 രൂപയാണ് ഫേസ് വാല്യൂ. ഈ IPOയിൽ അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ആഴ്ച അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ മറ്റൊരു IPO കൂടി വരികയാണ്. ഈ NSDL ഏഷ്യയിലത്തെ ഫസ്റ്റ് ലിസ്റ്റഡ് DP ആണ്. CDSL രണ്ടാമത് വരുന്നത് NSDL ആണ്. CDSLൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും NSDLൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് CDSLൻ്റെ പാരാമീറ്റേഴ്സ് NSDLൻ്റെ പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1200 1300 ലെവലിലൊക്കെ ലിസ്റ്റിംഗ് പ്രൈസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ഓഫർ പ്രൈസ് വരാൻ പോകുന്നത് 600 700 ലെവലിലൊക്കെ ആയിരിക്കാം. അപ്പം നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതുവരെ ഗ്രേ മാർക്കറ്റിൽ നിന്ന് NSDL സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ള ആർക്കും തന്നെ ലിസ്റ്റ് ചെയ്ത് 6 മാസം കഴിയാതെ ആ സ്റ്റോക്കുകൾ വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതുവരെ വാങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും SEBI ട്രീറ്റ് ചെയ്യുന്ന ലോക്ക് ഇൻ പീരീഡിലാണ്. തീർച്ചയായിട്ടും ഗ്രേ മാർക്കറ്റിൽ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റ് ചെയ്ത് 6 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. അസറ്റ് ബേസിൽ NSDL ആണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ നമ്പർ ഓഫ് DP അക്കൗണ്ട്സിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ CDSL ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ NSDLന് 40 കോടി ഇക്വിറ്റി ക്യാപിറ്റലുള്ളൂ. CDSLന് 209 കോടി ഇക്വിറ്റി ക്യാപിറ്റലുണ്ട്. 10 രൂപയാണ് CDSLൻ്റെ ഫേസ് വാല്യൂ. NSDLൻ്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. ഭാവിയിലൊരു ബോണസ് ഇഷ്യൂ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ഇഷ്യൂയും കൂടിയാണ് NSDL. അപ്പോൾ ഈ IPO വരുന്ന സമയങ്ങളിൽ ഈ IPOയിലും ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. Q1 റിസൾട്ടുകൾ വരുന്നത്, അതോടൊപ്പം തന്നെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് താരിഫ് റിലേറ്റഡ് ഡീലൊക്കെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ടഫ് സ്റ്റാൻഡാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലികഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡീലിനും ഇന്ത്യ നിൽക്കില്ല എന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് ഡീല് വരിക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. ടെമ്പററി ആയിട്ട് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കുറച്ച് ദിവസത്തേക്ക് കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്ലോബൽ സിനാരിയോ അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് സിനാരിയോ ഒക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസയോട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.